ഞാൻ സുരേന്ദ്രൻ നായർ, അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്നാണ് സംസാരിക്കുന്നത്. 2005 അവസാനത്തിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടുംബസമേതം കുടിയേറി. ഏകദേശം 20 വർഷമായിട്ട് അമേരിക്കയുടെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. എൻ്റെ അമേരിക്കയിലെ വരവിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ, ധനതത്വശാസ്ത്രത്തിൽ BA കംപ്ലീറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ലാ അക്കാഡമിയിൽ LLBക്ക് ജോയിൻ ചെയ്യാൻ എല്ലാ നടപടിയും പൂർത്തീകരിക്കുകയും ചെയ്തു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി കേരള രാജ്ഭവനിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന എൻ്റെ സഹധർമ്മിണി ശ്രീമതി ജയ, അപ്പോൾ ഇവിടെ അമേരിക്കയിലേക്ക് വരാനുള്ളൊരു താല്പര്യം. ആ സമയത്ത് അമേരിക്കൻ ഹെൽത്ത് ഫീൽഡിൽ നഴ്സുമാരുടെ ഒരു വലിയ ആവശ്യകത ഉണ്ടായി. ലോകമെമ്പാടും വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ച് അമേരിക്കയിലേക്ക് നഴ്സുമാർ വരുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് രാജ്ഭവനിൽ ഇരുന്നിട്ട് ടെസ്റ്റ് എഴുതി. തികച്ചും അപ്രതീക്ഷിതമായി എല്ലാ ടെസ്റ്റും വിജയിക്കുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലെത്തി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ എടുക്കുന്നു. ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിലൂടെ ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റം, ഡിട്രോയിറ്റിലെ ഫോർഡ് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് അവൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് ഞങ്ങൾ കുടുംബസമേതം അമേരിക്കയിലേക്ക് പറിച്ചു നടപ്പെട്ടു. അതിന് മുന്നേ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തുണ്ടായിരുന്ന പ്രവർത്തന മേഖല വിടുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കേരള ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് കോളേജ് രംഗത്ത് വർക്ക് ചെയ്യുമ്പോഴും കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്നു. അത്ര വലിയൊരു എഴുത്തുകാരനൊന്നും ആയിട്ടില്ല ഒരിക്കലും, പക്ഷെ നല്ലൊരു വായനക്കാരൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്ന കാര്യങ്ങളൊക്കെ വായിക്കുകയും അത് ആളുകളോട് സമ്മതിക്കുകയും തിരുവനന്തപുരത്ത് സായാഹ്നങ്ങളിൽ നടക്കുന്ന എല്ലാ സാഹിത്യ സാംസ്കാരിക വേദികളിലും പ്രേക്ഷകനായിട്ട് പങ്കെടുക്കുമായിരുന്നു. അത് OMC ഹാളിലായിരുന്നാലും കനകക്കുന്ന് പാലസിലായിരുന്നാലും വിദ്യാധിരാജ സഭയുടെ തീർത്ഥവാദ മണ്ഡപത്തിലെ ഓഡിറ്റോറിയത്തിലായിരുന്നാലും അങ്ങനെ ആ ഒരു കാലം അങ്ങനെയായിരുന്നു. ചെറുപ്പകാലം മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് സർവീസിലേക്ക് എത്തുന്നത്. ഗവൺമെൻറ് സർവീസിലെത്തുമ്പോൾ സംഘടനാ രംഗത്ത് സജീവമായിരുന്നു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, അതുപോലെ കേരള NGO അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലൊക്കെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സജീവമായിട്ട് ഔദ്യോഗിക ജീവിതവും അതോടൊപ്പം ഇത്തരം മലയാള ഭാഷയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് എഴുത്തച്ഛൻ്റെ പേരിലുള്ള എഴുത്തച്ഛൻ നാഷണൽ അക്കാഡമി, എല്ലാവരും കേട്ടിരിക്കും, തുഞ്ചൻ സ്മാരക സമിതി ആറ്റുകാൽ ഐരാണിമുട്ട. നമ്മുടെ യഥാർത്ഥ തുഞ്ചൻ പറമ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ഭാഷാ പിതാവിൻ്റെ പേരിൽ പ്രവർത്തനം നടക്കുന്ന വളരെ ബൃഹത്തായൊരു സംഘടനയാണ് ആറ്റുകാൽ തുഞ്ചൻ സ്മാരകം. ആ തുഞ്ചൻ സ്മാരകത്തിൻ്റെ കീഴിൽ നമ്മൾ ഒരു എഴുത്തച്ഛൻ നാഷണൽ അക്കാഡമി രജിസ്റ്റർ ചെയ്യുകയും ആ എഴുത്തച്ഛൻ നാഷണൽ അക്കാഡമി നെയ്യാറ്റിൻകര മാരായമട്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ഫാർമസി കോളേജ് ആരംഭിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ആ ഫാർമസി കോളേജിൻ്റെ ആരംഭകാല അംഗവും അതിൻ്റെ സജീവമായ ഒരു അംഗവുമാണ് ഇപ്പോഴും. നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും ഞാനവിടെ പോകാറുണ്ട്. അവർക്ക് തന്നെ നമ്മൾ തന്നെ ആ ഒരു ഹൈസ്കൂൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഒരു TTC, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ കഴിയുന്ന മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സഹജീവികളെയൊക്കെ സഹായിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പൊടുന്നനെ അമേരിക്കയിലേക്ക് എത്തുന്നത്. അമേരിക്കയിൽ വന്നിട്ട് ആദ്യം ഒരു പറിച്ചു നടലിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ഭാഷാപരമായ പരിമിതികൾ, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് അവിടെ നിന്ന് വിട്ട് ഒരു പുതിയ മേഖല കണ്ടെത്താനുള്ള ഒരു ശ്രമം. ഭാര്യയ്ക്ക് ജോലിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. മൂത്ത മകൾ നാട്ടിൽ BDSന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അതും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. മകൻ സ്കൂളിലായിരുന്നു, ക്രൈസ്തവ സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എടുത്തു പറയാനുള്ളൊരു നേട്ടം, വിദ്യാഭ്യാസ രംഗത്ത് അവർ രണ്ടുപേരും വളരെ നന്നായിട്ട് മുന്നേറാൻ കഴിഞ്ഞു. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉയർന്ന ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസ സാഹചര്യം
അമേരിക്കയിൽ കിട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്നത് അത് തന്നെയാണ്. എൻ്റെ മകള് ഡാലസിലാണ്, നീതു സുരേന്ദ്രൻ. അവൾ ഇപ്പോൾ ഇൻഫർമാറ്റിക്സിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇൻഫർമാറ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. മകൻ ഫാർമസിയിൽ PhD കഴിഞ്ഞിട്ട് ഒരു ജാപ്പനീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിപ്പിച്ച് വന്നു എങ്കിലും വളരെ നല്ല രീതിയിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അവർ രണ്ടുപേരും ഇപ്പം വിവാഹവും കഴിഞ്ഞ് കുടുംബജീവിതത്തിലാണ്. ഭാര്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. തൊഴിൽ രംഗത്ത് കൂടുതൽ സാധ്യതകൾ കണ്ടെത്താൻ ഈ രാജ്യത്ത് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കറിയാം, നമ്മളൊരു ജോലി പ്രവേശിച്ചാൽ ആ ജോലി തന്നെയാണ് അവസാനം വരെ ഇരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു സാങ്കേതിക പുരോഗതിക്ക് ഉള്ള സാധ്യതകൾ കിട്ടാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏത് ലൈസൻസ് എടുത്താലും, ഒരു പ്ലംബറായാലും ഒരു ഇലക്ട്രീഷ്യനായാലും, അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ആ രംഗത്ത് അവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് കാലത്തിനനുസൃതമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഭാര്യയും സന്തോഷപരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. കാരണം അവർ ജോലി ചെയ്യുന്ന ഫീൽഡിൽ, നഴ്സിംഗ് ഫീൽഡിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ റിസർച്ച് സെൻ്ററായ MD ആൻഡേഴ്സണിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കുടുംബ പശ്ചാത്തലം അതൊക്കെ അങ്ങനെ തുടരുന്നു. ആ സമയത്താണ് ഞാൻ ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. 15 വർഷം അവിടെ വർക്ക് ചെയ്തു. 21 വർഷം നാട്ടിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു. ഈ 15 വർഷം ഡീട്രോയിറ്റിൽ ഔദ്യോഗിക ജീവിതത്തോട് തുടരുമ്പോൾ തന്നെയാണ് ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുന്നത്. ഡീട്രോയിറ്റ് മലയാളി അസോസിയേഷനിൽ സജീവമാകുന്നു. കാരണം സമൂഹത്തോടൊപ്പം നിൽക്കുവാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനും അവരുമായിട്ട് സഹകരിക്കാനും അവരെ കാര്യങ്ങളിൽ ഇടപെടാനും എനിക്ക് അവരുടെ സഹകരണം കിട്ടാനും എപ്പോഴും താല്പര്യമുള്ള തികഞ്ഞ ഒരു സാമൂഹ്യ ജീവിയായിട്ട് തുടരാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെയാണ് ഡീട്രോയിറ്റ് മലയാളി അസോസിയേഷനിൽ സജീവമാകുന്നു. എടുത്തു പറയത്തക്ക കാര്യം, ഒരു നേട്ടം എന്ന് പറയുന്നത് ലൈഫിൽ അവിടെ മിഷിഗൻ മലയാളി ലിറ്റററി അസോസിയേഷൻ അഥവാ മിലൻ എന്ന് പറഞ്ഞൊരു മലയാളികളുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ 4 വർഷം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടി. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭകരമായ അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. MN കാരശ്ശേരി, M മുകുന്ദൻ, അത് തുടങ്ങി ഒരു വലിയൊരു നിരയുണ്ട്. ഞാൻ എല്ലാവരും പേര് ഇപ്പോൾ അങ്ങോട്ട് ഓർക്കുന്നില്ല. ഒരു വലിയ നിര സാഹിത്യകാരന്മാർക്ക് വേദി ഒരുക്കുവാനും അവരുമായിട്ട് സംവദിക്കാനും രാമനുണ്ണി, വളരെ പ്രഗത്ഭരായ ഒരുപാട് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ്, ചെമ്മനം ചാക്കോ തുടങ്ങി കുറേ സാഹിത്യകാരന്മാരെ ഹോസ്റ്റ് ചെയ്യാനും അവർക്ക് വേദി ഒരുക്കാനും അവരുമായി മലയാള സാഹിത്യപരമായ കാര്യങ്ങൾ സംവദിക്കുവാനും അവസരം കിട്ടി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അവിടെ പ്രസിഡൻ്റായിട്ട് സേവനം ചെയ്യുമ്പോഴാണ് ലാന എന്ന് പറയുന്ന അമേരിക്കയിലെ സാഹിത്യകാരന്മാരെ ഒരു ദേശീയ കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഡോക്ടർ ജോർജ് ഓണക്കൂർ 3 ദിവസവും ആദ്യവസാനം ആ പരിപാടി പങ്കെടുത്തു. അമേരിക്കയിലെ മലയാള ഭാഷ സ്നേഹിക്കുന്നവരും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരും എഴുതാൻ താല്പര്യമുള്ളവരും വളരെയധികം താല്പര്യപൂർവ്വം പങ്കെടുത്ത ഒരു അവിസ്മരണീയമായ സംഭവമായിരുന്നു ലാനയുടെ ഡിട്രോയിറ്റിലെ കൺവെൻഷൻ. അതിലും ഒരു പ്രധാന പങ്കാളിയായിട്ട് നിൽക്കുവാനും സംഘടിപ്പിക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ട്. ജോർജ് ഓണക്കൂർ സാർ എന്ന് പറയുന്ന വളരെ ഭാഷയിൽ ഇത്രയും സ്നേഹിക്കുന്ന വളരെ ദീർഘകാലം അധ്യാപക വൃത്തിയിൽ നിന്ന അദ്ദേഹവുമായിട്ട് ആ 3 ദിവസം പൂർണ്ണമായിട്ട് ചിലവഴിക്കാൻ കഴിഞ്ഞു. ആ സൗഹാർദ്ദം ഇപ്പോഴും ഒരു നിധി പോലെ ഞാൻ മനസ്സ് സൂക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാറുണ്ട്, അദ്ദേഹവുമായി ആശയവിനിമയം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇതിനെനിക്ക് പ്രേരണ തന്ന മറ്റൊരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ള. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന സമയം വരെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയും മലയാള ഭാഷ ലിപി പരിഷ്കരണത്തിലുമൊക്കെ വളരെ സജീവമായ പങ്കുവഹിച്ച ആളാണ്. അദ്ദേഹത്തിനോട് ഉള്ള ചുരുങ്ങിയ നാളുകൾ ചിലവഴിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ അത്തരം ആളുകളോട് കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പരിമിതികളും നമ്മുടെ അജ്ഞതകളും നമ്മൾ ശരിക്കും ഓർമ്മിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അവരോടൊപ്പമൊക്കെ വലിയ ആളുകളോടുള്ള സഹവാസം, അവരുമായിട്ട് ഉള്ള സാമീപ്യം നമ്മളിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അത് ബൗദ്ധികമായിട്ടായിരുന്നാലും ജീവിത രീതിയിലായിരുന്നാലും അങ്ങനെയൊക്കെ ഉള്ള വലിയ ഒരു സമ്പത്ത്, സാഹിത്യരംഗത്തുള്ള ഒരു അനുഭവ സമ്പത്ത് മിഷിഗനിലെ ഒരു 19 വർഷത്തെ ജീവിതം എനിക്ക് സമ്മാനിച്ചു. അങ്ങനെ ഡിട്രോയിറ്റ് മിഷിഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് 19 വർഷം
സജീവമായിട്ട് ഈ സാഹിത്യരംഗത്തും അതുപോലെ മലയാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം മലയാളം ക്ലാസ് നടത്തുന്ന കാര്യത്തിലും ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മലയാളം ക്ലാസ് അവിടെ ആരംഭിച്ചു. അതിപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സർക്കാരിൻ്റെ ഒരു ഏജൻസി മലയാളം മിഷനുമായിട്ട് ചേർന്നിട്ട് മലയാളം ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ 200ഓളം കുട്ടികളെ മലയാള ഭാഷയുടെ ലിപിയും അത്യാവശ്യം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു നല്ല നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഭാഷയാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്. ഭാഷയിൽ നിന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ ജീവിത വീക്ഷണം രൂപപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എത്ര ഭാഷകൾ പുതിയതായിട്ട് പഠിച്ചാലും നമ്മൾ ആദ്യം പഠിക്കുന്ന ഭാഷ, അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അത് പകർന്നു തരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നമ്മൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഷാരംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 2023 അവസാനത്തോടു കൂടി ഇങ്ങനെ അവിടെ നിന്നും ഈ സംസ്ഥാനത്തേക്ക് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് താമസം മാറുവാനുള്ള ആലോചന വരുന്നത്. എൻ്റെ മകൻ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സാഹിത്യരംഗത്ത് കുറച്ചൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവൻ്റെ ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പം അങ്ങനെ കുടുംബത്തിലെല്ലാവർക്കും തന്നെ ഭാഷയോടും സാഹിത്യത്തോടും താല്പര്യമുണ്ട്. അവരെല്ലാവരും തന്നെ ഇതിന് വേണ്ട സഹായം തരാറുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സപ്പോർട്ട് കിട്ടാറുണ്ട്. ആ ഒരു ഭാഷാ പ്രവർത്തനം ഹൂസ്റ്റണിലേക്ക് വന്ന 1.5 വർഷത്തോളം കഴിയുന്ന ഹൂസ്റ്റണിലോട്ട് വന്നിട്ട് കാലാവസ്ഥാപരമായ വ്യത്യാസം, ഡിട്രോയിറ്റിൽ മിഷിഗണിലുള്ള വളരെ നല്ല ശൈത്യത്തിൻ്റെ അതിപ്രസരമുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്നിട്ട് കുട്ടികൾ ജോലി സംബന്ധമായ 2 പേരും മകനും മകളും കല്യാണം കഴിഞ്ഞതോടുകൂടി അവിടെ നിന്ന് മാറുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഈ പ്രവർത്തനം സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ദേശീയ സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. ആ സംഘടനയുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അത്ര കടുത്ത ഒരു മതവിശ്വാസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മതപരമായ കാര്യങ്ങളിൽ അത്ര വ്യാപൃതനായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ സനാതന ധർമ്മം, അതിൻ്റെ മൂല്യങ്ങളും എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ സനാതന ധർമ്മ പ്രചരണാർത്ഥം ജാതിയോ മതമോ ഒന്നും കൂടാതെയുള്ള ഒരു പ്രവർത്തനം അമേരിക്കയിലാകാം എന്ന് ഒരു പ്രേരണ എനിക്ക് കിട്ടുകയും അതിൽ പ്രകാരം കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയിൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തന വഴിയിൽ അതിൻ്റെ പിന്നിട്ട വർഷങ്ങളിൽ 2015-17 കാലഘട്ടത്തിൽ അതിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ആ സംഘടനയുടെ തന്നെ ചരിത്രത്തിലൊരു മാറ്റമായിരുന്നു. അന്നുവരെ ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ച ആളുകൾ, ഇവിടെ മറ്റ് പല രംഗങ്ങളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ മാത്രം കിട്ടുന്ന ഒരു സ്ഥാനം. പക്ഷെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അതിനുണ്ടായിരുന്ന യുവാക്കളുടെയൊക്കെ നിർബന്ധ ബുദ്ധിയും അവരുടെ സഹകരണവും എല്ലാം കൊണ്ട് അതിൻ്റെ പ്രസിഡൻ്റാകാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെമ്പാടും സനാതനധർമ്മം പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. മതത്തിനും മറ്റ് വിശ്വാസങ്ങൾക്കും അതീതമായിട്ട് മതവിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് മറ്റ് സാമൂഹിക വിവേചനങ്ങൾക്കൊക്കെ എതിരായിട്ട് സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളിലൂടെ നമുക്ക് യുവജനങ്ങളുടെ മൂല്യബോധം വളർത്തുക. ഈ സാങ്കേതികതയുടെ അതിപ്രസരം വളരെ കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു നൈപുണ്യം വളരെ വലുതാണ്. ലോകത്തെവിടെയും കിട്ടുന്നതിനേക്കാളും വലിയ സാങ്കേതിക സൗകര്യങ്ങളും അതിൻ്റെ അനന്തമായ സാധ്യതകളും ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഭാരതീയ മൂല്യങ്ങളിലൂടെ അതോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ സമ്പന്നമായ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് അമേരിക്കയുടെ സാങ്കേതിക മികവും ഭാരതം പഠിപ്പിച്ചുവിട്ട ഭാരതീയ മൂല്യങ്ങളും, ആ മൂല്യങ്ങൾ ഏകദേശം മറ്റു മതങ്ങളും ഒക്കെ പറയുന്ന മൂല്യങ്ങളൊക്കെ തുല്യമാണ്. പ്രമാണവും പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് സമൂഹങ്ങളെ. അല്ലെങ്കിൽ ചേരുതലുണ്ടാവുന്നത് അവിടെ വരുമ്പോഴാണ്. പ്രമാണമെല്ലാം തുല്യമാണ്. ഒരു മതവും പ്രമാണം പരമായി മനുഷ്യൻ്റെ നന്മയെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തെ നിഷേധിക്കുന്നില്ല. അതിൻ്റെയൊക്കെ സങ്കല്പവും അതിൻ്റെയൊക്കെ സന്ദേശവും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടിലാണ് സനാതന ധർമ്മ പ്രചരണ രംഗത്ത് ഞാൻ ആകർഷണനാകുന്നത്. ഡിട്രോയിറ്റിൽ ഞാൻ പറഞ്ഞ പോലെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ
ഒരു നാഷണൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. 1500ഓളം ആളുകൾ പങ്കെടുത്ത 4 ദിവസം നീണ്ടുനിന്ന ബൃഹത്തായ ഒരു കൺവെൻഷനായിരുന്നു അത്. കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ, സി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സാഹിത്യരംഗത്തെ കുലപതികളെയൊക്കെ നമുക്കതിൽ ഈ 3 ദിവസവും നമുക്കവിടെ എത്തിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരി, സ്വാമി ബോധാനന്ദ, അങ്ങനെ തുടങ്ങിയ ആളുകൾ. കലാരംഗത്ത് നിന്ന് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നിന്ന് ഒത്തിരി ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ സാംസ്കാരിക രംഗത്തിൻ്റെയും നമ്മുടെ ആധ്യാത്മിക രംഗത്തിൻ്റെയും ഒരു സമന്വയമായ ഒരു സംഗമവേദിയായി 3 ദിവസം അവിടെ കൺവെൻഷൻ 1500ഓളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു KHNയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ ഉള്ള ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ എപ്പോഴും ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളല്ല. ആ അവസരം എനിക്ക് വരികയും കഴിവിൻ്റെ പരമാവധി അതിൻ്റെ കൂടെ നിൽക്കുവാനും അത് വിജയിപ്പിക്കുവാനും സാധിച്ചു. അത് എടുത്തു പറയാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കൺവെൻഷനൊക്കെ നടത്തി അവിടെ നിന്ന് ഒരു ദേശീയ രംഗത്ത് ഉള്ള മാധ്യമ ശ്രദ്ധയൊക്കെ വരുന്നു. അതിനുശേഷമാണ് ശരിക്കും കാര്യമായിട്ട് ഞാൻ ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിലൊക്കെ എഴുതാൻ തുടങ്ങുന്നത്. ആനുകാലികങ്ങളെ വിഷയങ്ങളെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് കഴിയുന്ന അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പം പ്രവർത്തിച്ചു വരുന്നത്. ഹൂസ്റ്റണിൽ ഇവിടെ കേരള ഹൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറമുണ്ട്. അതിൽ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മലയാളം സൊസൈറ്റിയുണ്ട്. ഇപ്പം മറ്റെന്തിനേക്കാളേറെ സംസ്കാരത്തിനും ഭാഷയെയും സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഷാപരമായി നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്. മലയാള ഭാഷ ഒരുപക്ഷെ ചെറിയ ഭാഷ എന്ന് പറയുന്നു എങ്കിൽ പോലും നമ്മൾ ആ ഭാഷയിൽ ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷെ നമുക്ക് ഈ ആംഗലേയ സാഹിത്യമൊക്കെ വന്ന കാലത്ത് ട്രാൻസ്ലേഷനിലും ഒക്കെ ഉണ്ടായ പരിമിതികൾ കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കൃതികൾ ലോകത്തെത്താത്തത്. ഭാരതത്തിൻ്റെ വളരെ ഈടുറ്റ കൃതി ഇപ്പോൾ ആണ് പലത് കണ്ടുപിടിക്കപ്പെടുന്നത് തന്നെ. ജർമ്മൻകാരൊക്കെ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വലിയ സമ്പത്തുള്ള ഒരു സമൂഹമാണ് ഭാരതീയരാകെ ഒന്നാകെ നോക്കുമ്പോൾ. ഇപ്പോൾ കാളിദാസനായിരുന്നാലും മഹാകവി കാളിദാസൻ്റെ എഴുത്തുകളൊക്കെ തന്നെ നമ്മുടെ ഷേക്സ്പീരിയൻ സാഹിത്യം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രത്തോളം അതുമായിട്ട് ഒത്തുപോകുന്നതായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒഡീസി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ഗ്രീക്ക് സാഹിത്യം വായിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മുന്നിൽ സഞ്ചരിച്ച ഒരു വലിയ സാംസ്കാരിക പൈതൃകം നമുക്കുണ്ടായിരുന്നു. അവിടെ വിവേചനമില്ലായിരുന്നു, അവിടെ വിദ്വേഷമില്ലായിരുന്നു. അതൊക്കെ പിന്നാലെ വന്ന സംഘടിതം വിഭാഗങ്ങൾ ഈ മതങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിദ്വേഷങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നന്മയും സന്ദേശവും എല്ലാവരും നൽകുന്നത് ഒന്ന് തന്നെയാണ്. അതിനെ പ്രചരിപ്പിക്കുവാൻ അമേരിക്കയിൽ അവസരം കിട്ടുന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയ ഒരു അഭിമാനമായി ഞാൻ കാണുന്നു. അതാണ് എനിക്ക് നൽകുന്ന എല്ലാ കാലത്തെയും ഊർജ്ജം. എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നു. ഇപ്പോൾ ഡിട്രോയിറ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കൺവെൻഷൻ തന്നെ ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് സ്റ്റീഫൻ നാപ്പ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചിന്തകരെ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞു. ഈ അമേരിക്കൻ ആംഗലേയ സാഹിത്യവും അവരുടെ ചിന്താഗതിയും ഭാരതീയ മൂല്യങ്ങളും സംവദിക്കുന്ന വേദികൾ കണ്ടെത്താനും അത് ആളുകളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് സംഘടനാ പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞ ഒരു കാര്യം. അതിലാണ് എനിക്ക് സന്തോഷമുള്ളത്. ആ പ്രവർത്തനമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. മാത്രമേ ഉള്ളൂ നോക്കേണ്ടത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ഒരു ഭയങ്കര നീഡുണ്ടായിരുന്നല്ലോ നേഴ്സുമാരെ. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് അവിടെ ഇരുന്ന് എഴുതാന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കൊരു താല്പര്യമില്ല, വയസ്സായ കാലത്തിന് ഇപ്പം നീ നമ്മുടെ പുള്ളിയിൽ പോകാനൊന്നും പ്ലാനില്ല എന്ന് പറഞ്ഞാണ്. ട്രാണ്ടത് അങ്ങനെ സെറ്റിലായിട്ട് കഴിയായിരുന്നു. പക്ഷെ ആ ഒരു ഭയങ്കര നീഡ് വന്നുകൊണ്ട് ഫാമിലി ഗ്രീൻ കാർഡൊക്കെ അവർ ഓഫർ ചെയ്തു. അത് 2006 അവസാനം. കേരളത്തിൽ സർക്കാർ സർവീസിലായിരുന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഓർത്തെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം പകരുന്നത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ ജി കാർത്തികേയൻ മന്ത്രിയായതാണ്. അതിനു മുമ്പ് സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ആദ്യം വളരെ അടുത്ത് പരിചയപ്പെടുന്നത് ശ്രീ ഇ ചന്ദ്രശേഖരൻ നായരെന്ന മന്ത്രിയായിരുന്നു. കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഇ ചന്ദ്രശേഖരൻ നായർ. അത് പലരോട് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ അതിൽ എപ്പോഴും അതിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുമല്ല. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ
ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും ഉൾക്കാഴ്ചയോടുകൂടി തന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു മന്ത്രി ഞാൻ എവിടെയും വേറെ ആരെയും കണ്ടിട്ടില്ല. അത് ഈ ചന്ദ്രശേഖരൻ നായർക്ക് പകരം വയ്ക്കാൻ വേറൊരാളുണ്ടാവില്ല. ഇന്ന് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പെന്ന് പറയുന്ന അതിൻ്റെ ഒരു ഊടും പാവും നൽകിയതിൽ ഈ ചന്ദ്രശേഖരൻ നായർക്കുള്ള പങ്ക് വളരെ വലുതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന രണ്ടാമത്തെ ഒരാളാണ് എൻ്റെ ഒരു ഔദ്യോഗിക കാലഘട്ടത്തിൽ ജി കാർത്തികേയൻ. ഒരു തരത്തിലും ഏറ്റവും കൂടുതൽ അഴിമതിക്ക് സാധ്യതയുള്ള ഒരു വകുപ്പാണത്. അവിടെ ആർജവത്തോടുകൂടി ഒരു മന്ത്രിയായി പ്രവർത്തിക്കുവാൻ ജി കാർത്തികേയന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ അകാലത്തിൽ നമ്മളെ വിട്ടുപൊരിഞ്ഞ ഒരു നേതാവാണ്. കേരളത്തിന് ഭാവിയിൽ ഒരുപാട് വാഗ്ദാനം പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ ജി കാർത്തികേയൻ്റെ നിര്യാണവും ശരിക്കും നമ്മളെ വളരെ കൂടുതൽ ദുഃഖത്തിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ കാർത്തികേയനുമായിട്ട് എനിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ MLA ആയിരുന്നു. അദ്ദേഹം MLA ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ ഏജൻറ്റ് എന്ന നിലയിൽ തന്നെ ആ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാനും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജി കാർത്തികേയൻ, ഇ ചന്ദ്രശേഖരൻ നായർ, അവർ രണ്ടുപേരും സിവിൽ സപ്ലൈസ് ജീവിതകാലത്ത് നമ്മുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 മന്ത്രിമാരായിരുന്നു. അപ്പം അതിനിടയ്ക്ക് പലരും വന്നു പോയിട്ടുണ്ട്, TH മുസ്തഫയൊക്കെ പോലുള്ള. പക്ഷേ അവരെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ 2 പേരുകൾ ഒരിക്കലും നമുക്ക് ഒന്നാമത് ഇ ചന്ദ്രശേഖരൻ നായരും രണ്ടാമത് ജി കാർത്തികേയനും എന്നും നമ്മുടെ സ്മരണയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഔദ്യോഗിക ആ സമയത്ത് തന്നെയാണ് ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം രാഷ്ട്രീയം സർക്കാർ ഉദ്യോഗസ്ഥന് നിശ്ചിതമാണ് അവിടെ. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ താലൂക്കുകളിലും സഞ്ചരിക്കുവാനും അവിടേക്കുള്ള വേദികളിൽ പങ്കുകൊള്ളാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെയും നമുക്ക് എടുത്തു പറയാനുള്ള കുറേ നല്ല മാതൃകകളുണ്ട്. അപ്പോൾ ഈ നാരായണക്കുറുപ്പ് സാറ്, അർഗച്ചാൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അദ്ദേഹത്തിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കുറുപ്പ് സാറ്. കുറുപ്പ് സാർ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ വിഭാഗത്തിനെയും ആകർഷിക്കുന്ന ഒരു വലിയ സ്വഭാവ വിശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ സ്പീക്കറായിരുന്നു. കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണനുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ ആരോഗ്യപരമായി കുറച്ച് പരിമിതികളുണ്ട്, വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും എല്ലാ കാലത്തും നമുക്ക് ഊർജ്ജം പകരുന്ന ഒന്നാണ്. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ അഴിമതി അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ രാഷ്ട്രീയത്തിലെ മാലിന്യങ്ങളൊട്ടും ബാധിക്കാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ CK ശിവശങ്കര പണിക്കർ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ആളാണ്. ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, അങ്ങനെ ഒരു പിടി നേതാക്കളുടെ പേര് പറയാൻ പറ്റും. ഇന്നും നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നു അവരെന്ന് ചോദിച്ചാൽ പുതിയ തലമുറയ്ക്ക് പലർക്കും അറിയില്ല. MP മന്മഥൻ സാറിനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഒരു വെയിലിൽ മദ്യനിരോധനത്തിന് വേണ്ടി പോയി സമരമൊരുക്കിയ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം മുന്നോട്ട് വച്ചിരുന്ന ആശയങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല, അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കും. മദ്യം നിഷിദ്ധമാണോ അതോ നിയന്ത്രിക്കപ്പെടേണ്ടതാണോ, അതൊരു ചർച്ചാ വിഷയമാണ്. പക്ഷെ നിയന്ത്രിക്കണം എന്ന ഒരു ചിന്ത വരണമെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള ഒരടിസ്ഥാന ബോധം ഉണ്ടാക്കണം. അതുണ്ടാക്കിയെടുക്കുന്നതിൽ MP മന്മഥൻ സാറും അതുപോലെ കുമാരപിള്ള സാറും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖരായ വ്യക്തിത്വങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സുദീർഘമായ കാലം അദ്ദേഹം ആ സ്ഥാനം വഹിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്തായിരുന്നു, അദ്ദേഹം അവിടെ നിന്ന് നേടി, അതാണ് നമ്മുടെ സമൂഹം പഠിക്കാൻ ശ്രമിക്കാത്തത്, പഠിക്കേണ്ടതും. ഇന്നത്തെ നമ്മുടെ സമുദായ നേതൃത്വമായാലും രാഷ്ട്രീയ നേതൃത്വമായിരുന്നാലും ഒന്നുമില്ലാതെ വരികയും കോടികളുമായി പടിയിറങ്ങുകയും ചെയ്യുകയാണ്. മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം എന്നെ ഏറ്റവും വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് അദ്ദേഹം പറയാറുണ്ട്, രാവിലെ കാലിയായ മടിശീലയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന ധനം, നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് വേണ്ടി അദ്ദേഹം സമാഹരിക്കുന്ന പണം ഏത് രാത്രിയായാലും ഓഫീസിൽ കൊണ്ട് വച്ചിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. അതൊരു വലിയ തത്വമാണ്. പൊതുപണം ഇരിക്കേണ്ടത് പൊതുജന
ഓഫീസിലായിരിക്കണം. ഒരിക്കൽ പോലും നായർ സർവീസ് സൊസൈറ്റിയുടെ 1 രൂപയും കൊണ്ട് അദ്ദേഹം വീട്ടിൽ പോയിട്ടില്ല എന്നുള്ളത് ആ ജീവചരിത്രം എൻ്റെ ഇവിടുത്തെ പുസ്തക ശേഖരത്തിലുണ്ട്. അതെന്നെ വളരെ ആകർഷിച്ചൊരു കാര്യമാണ്. ആ പൈസ അദ്ദേഹം ആ ഓഫീസ് കൊണ്ട് വെച്ചിട്ടേ പോകും. അപ്പോൾ ഡ്രൈവർ ആ കാലത്ത് പറയുമായിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ 1 മണിയെല്ലാം കഴിഞ്ഞു, രാവിലെ പോരെ. അല്ലല്ല, ഇത് സൊസൈറ്റിയുടെ പൈസയാണ്, അത് സൊസൈറ്റിയുടെ ഓഫീസിലാണ് സൂക്ഷിക്കേണ്ടത്. അത്തരം മാതൃകകൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് ബലമായി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പടിയിറങ്ങുമ്പോൾ സ്വന്തമായിട്ട് അദ്ദേഹം എന്ത് സമ്പാദിച്ചിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് മൻമോഹൻ സാറിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു പക്ഷേ A.K. ആൻ്റണിയുടെ കാര്യത്തിലായിരുന്നാലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലായിരുന്നു നമുക്ക് അനുകരണീയമാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ അടുത്തറിയുവാനും അവരെ അടുത്ത് നിൽക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഞാൻ കണക്ക് കൂട്ടുകയാണ്. അതോടൊപ്പം ഇപ്പോഴത്തെ ഒരു പ്രവർത്തന രംഗത്ത് ഉള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഒരു പ്രവർത്തകനാണ് ഞാൻ ഇപ്പോഴും. ഈ സമയത്തും അതിൻ്റെ ഭാരവാഹിയും അതിൻ്റെ മറ്റ് സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു മുൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ ആ രംഗത്ത് ഇപ്പോഴും സജീവമാണ്. അപ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് മതപരമായ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. മതവും മതവിശ്വാസങ്ങളും എപ്പോഴും താത്വികമായിരിക്കണം. നമ്മുടെ ആളുകളിലൂടെ ഉദ്ബോധനത്തിലൂടെ വേണം നമുക്ക് ആളുകളിൽ പരിവർത്തനമുണ്ടാക്കാൻ. ഇപ്പോൾ സനാതനധർമ്മം ഒരിക്കലും ഒരു മതവിശ്വാസത്തിന് പരിമിതപ്പെടുത്താൻ പാടില്ല. അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ തത്വശാസ്ത്രങ്ങളും അത് മാനവികത നിറഞ്ഞതാണ്. അത് മുഴുവൻ സമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്മയാണ് എന്നെ അതിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ആ രംഗത്ത് ഞാനിപ്പോഴും അമേരിക്കയിലെമ്പാടും അത്തരം സംഘടനകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പ്രാദേശികമായി ഏകദേശം ഒരു 20ഓളം സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നതിൽ പങ്കാളിയാകാനോ അതോടൊപ്പം നിൽക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അങ്ങനെയുള്ള മൂല്യവത്തായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് അവശേഷിക്കുന്ന ജീവിതം കൂടെ ചെലവഴിക്കാൻ സന്തോഷമാണ്. അതിനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സാർ. ഹ്യൂസ്റ്റൺ വോയിസിനോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിനെ കണ്ട കാലം മുതൽ കൂടുതൽ പരിചയപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു 2 കാര്യങ്ങളോട് ചോദിച്ചാൽ, സാറിൻ്റെ കുടുംബത്തിൽ സാഹിത്യത്തോട് ഇത്ര അഭിരുചിയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? സാറിൻ്റെ പേരൻസ് എന്തായിരുന്നു? രണ്ടാമത് സാറ് വായിച്ച കൃതികൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിൽ കൃതികൾ ഏതാണ്? മൂന്നാമത് സാറിൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്നുകൂടെ മക്കളെ പറ്റി വിടുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. അത്ര വലിയ സാഹിത്യ ചുറ്റുപാടിലുള്ള ഒരു കുടുംബമൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ സാഹിത്യ രംഗത്തേക്കുള്ള വരവെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോസഭ വൈദികര സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് ലഭിച്ച സാഹിത്യപരമായ പ്രോത്സാഹനമാണ് പുസ്തകങ്ങൾ വായിക്കാനും പുസ്തകങ്ങളെ സ്നേഹിക്കുവാനും എന്നെ നിർബന്ധിതനാക്കിയത്. എല്ലാ കാലത്തും എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ തലമുറയ്ക്കും വ്യത്യാസമാണ്. ഒരു കാലത്ത് S.K. പൊറ്റക്കാടായിരുന്നു. S.K. പൊറ്റക്കാട് എന്ന് കേട്ടാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യം അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവിടെ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് പതുക്കെ വളരുന്നു. അത് വളർന്നിട്ട് അത് O.V. വിജയനിലേക്ക് എത്തുന്നു. ഖസാക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് സാഹിത്യത്തിലെ പരിണതി ഉണ്ടാകുന്നത്, പരിണാമം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എത്തുന്നു. കവിയെ നോക്കുമ്പോൾ ശരിക്കും ചങ്ങമ്പുഴയായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി എങ്കിൽ അത് പിന്നെ മധുസൂദനൻ നായരിലേക്ക് മാറുന്നു. ആ മധുസൂദനൻ നായരും കൃതികൾ വായിച്ച് അതിൽ ചൊല്ലാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും അയ്യപ്പ പണിക്കർ വരുന്നത്. അയ്യപ്പ പണിക്കരുടെ കവിതകളിലും എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. വളരെ 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 പുരോഗമനാത്മകമായി വളരെ സറ്റയറിക്കായിട്ട് അദ്ദേഹം കാര്യങ്ങളെ പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ആ വരികൾ ഇപ്പോഴും മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതും കഴിഞ്ഞ് പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയ തലമുറ എഴുത്തുകാരെയൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ M.D. വാസുദേവൻ നായർ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സേതുവിനെ, ഇപ്പോൾ പാണ്ഡവപുരമൊക്കെ വായിക്കുമ്പോൾ സേതു എന്ന എഴുത്തുകാരൻ മറക്കാൻ കഴിയുന്നില്ല. അതുപോലെ സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ. അപ്പോൾ എല്ലാത്തിനും ഒരു വ്യത്യസ്തതയാണ് ഞാൻ. ഇപ്പോൾ ഒരു എഴുത്തുകാരനെ മാത്രം നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ മുഴുവൻ താല്പര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത്.
ഒരു തലമുറയുടെ കഥ പറയുന്ന പുസ്തകങ്ങളാണ് പലതും നോക്കിയിട്ടുള്ളത്. ഇപ്പം വിലാസിനുള്ള അവകാശികൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും ബൃഹത്തായ ഒരു പുസ്തകം, അത്രത്തോളം അതിനകത്തൊരു വായനാക്ഷമത നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ MK മേനോൻ സാറിന് എനിക്കിഷ്ടമാണ്. അദ്ദേഹം ഞങ്ങളെ തിരുമല താമസിച്ചിരുന്ന ഒരാളാണ്, എനിക്ക് പരിചയപ്പെടാനും സംസാരിക്കാൻ സാധിച്ചിട്ടുള്ള ആളാണ്. എന്നാലും ഞാൻ പറഞ്ഞത്, എഴുത്തുകാർ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു സന്ദേശം പറയാനുണ്ടാവും. അവർക്ക് സ്വകാര്യമായി നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവും. ആ സ്വകാര്യതയെ കണ്ടെത്തുന്നിടത്താണ് സാഹിത്യകാരനിലുള്ള നമ്മുടെ താല്പര്യം ജനിക്കുന്നത്, നിലനിന്ന് പോരുന്നത്. അത് നിലനിർത്താൻ കഴിയുന്ന എഴുത്തുകാരൻ എപ്പോഴും തലമുറകൾ പിന്നിടുന്ന എഴുത്തുകാരൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മാധവിക്കുട്ടി ഇപ്പോഴും നമ്മളുടെ ജീവിക്കുന്നത്. മാധവിക്കുട്ടിയുടെ കൃതികളിൽ നമ്മളോട് ചില കാര്യങ്ങൾ മാധവിക്കുട്ടി പറഞ്ഞത് എന്നോട് മാത്രം പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പുസ്തകത്തിനെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നത്. അതാണ് സാഹിത്യം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാ എഴുത്തുകാരും, ആ എഴുത്തുകാർക്ക് വായനക്കാരിൽ ഒരു സ്വകാര്യത ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, സ്വകാര്യത ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ കാലാതീതമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ തലമുറയിലുള്ള എഴുത്തുകാരോട് വളരെ പ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ സാഹിത്യം മരിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സ്വപ്നം കാണാനുള്ള കഴിവ് നശിച്ചു പോയാൽ സമൂഹം തന്നെ പോയി. അപ്പോൾ അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുകൂടെ പറയേണ്ടിയിരിക്കുന്നു. അതായത് നിർമ്മിത ബുദ്ധി. ഇപ്പം നമ്മൾ ChatGPT എവിടെയെങ്കിലും ഒരു തീം കൊടുത്താൽ ഇന്ന് കഥ വരുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ കവിത വരുന്നൊരു കാലമാണ്. പക്ഷെ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന മാനവികതയുണ്ട്. മാനവികത ഒരിക്കലും ഒരു നിർമ്മിത ബുദ്ധിക്കുണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. മാനവികത നമ്മുടെ മനസ്സിൻ്റെ നൈർമല്യത്തിൽ നിന്നും ഉദയം കൊള്ളുന്ന ഒന്നാണ്. മാനവികത നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ നമുക്ക് അതൊരു ടൂള് മാത്രമാണ്, അതൊരു സാധ്യതയാണ്. അത് ഉപയോഗിക്കുന്നതിൽ മുൻകരുതലുണ്ടാകണം. അതായത് കമ്പ്യൂട്ടർ വന്നപ്പോൾ ആളുകൾ എതിർത്ത പോലെ അതിനെ എതിർക്കുന്നതിൽ അർത്ഥമില്ല. കമ്പ്യൂട്ടർ, ഞാനൊക്കെ സർക്കാർ സർവീസ് പ്രവർത്തിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടറിനെതിരായിട്ട് ജാഥയില്ലാത്ത ഒരു ദിവസവും ഇല്ല തിരുവനന്തപുരത്തൊന്നും. ആ കമ്പ്യൂട്ടറിന് ഇന്നത്തെ സ്ഥാനം എന്താണ്? അപ്പോൾ അത് കാലഘട്ടപ്പെട്ട ചില ആശയങ്ങളെ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. പക്ഷെ അതേപോലെ നമുക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് നല്ല രീതിയിൽ മാത്രമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാഹിത്യത്തിൽ ഇപ്പോൾ കൃതി എഴുതി തരുമ്പോൾ കൃതിക്ക് മറ്റെല്ലാം ഉണ്ടാവും, പക്ഷേ നമുക്കറിയാം ഈ സാങ്കേതികത പിടിമുറുക്കുമ്പോൾ മാനവികത കുടിയിറക്കപ്പെടും. അപ്പം അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെ പ്രാധാന്യമുണ്ട്. അത് അമേരിക്കയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് വേദി ഒരുക്കുന്നത്. പക്ഷേ വളരെ വളരെ സന്തോഷകരമായ കാര്യം, ഭാരതവും ഒട്ടും പിന്നിലല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ രാജ്യവും ഈ ലോകത്തിനോടൊപ്പം ഒന്നാം കിട ശ്രേണിയിലേക്ക് ഉയർന്നു വരുന്നുള്ളത് നമുക്ക് ഒരു ഭാരതീയ എന്ന നിലയിൽ അഭിമാനമുള്ള കാര്യമാണ്. അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്. ഏത് ട്യൂണാണേലും എന്താ നീ തന്നെ ജീവിതം സന്ധി, നീ തന്നെ മരണവും സന്ധി, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധി. നിൻ കണ്ണിലുറയുന്നു നിബിഡാന്തകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം. നിന്നിൽ ജനിക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധി. നീ സന്ധ്യ തൻ ജനനി, നീ മൃത്യു തൻ കമനി, നീ സർവ സൗഭാഗ്യ സമ്പൽ സമൃദ്ധി. അയ്യോപ്പണിക്കുന്ന കവിതയാണത്. അല്ല, സനാതനം എന്ന വാക്കിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ സനാതന ധർമ്മം എന്ന ഭാരതീയ ധർമ്മസങ്കല്പത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിംഗ്, ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. അത് തെറ്റായിട്ട് മതത്തിനെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഒരു മതം സനാതനമായതുകൊണ്ട് ആ മതം ഒരിക്കലും നശിക്കില്ല. മതമല്ല, അതിലെ സംഹിതയാണ് പ്രാധാന്യം. അപ്പോൾ സനാതനമായിരിക്കുന്നത് അതിലെ ആപ്തവാക്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മ, അത് ലോകം എത്ര മാറിയാലും അത് മാറുന്നില്ല. ജ്ഞാനത്തിൻ്റെ ഒരു ആധികാരികത ഉറപ്പിക്കുന്നു. തത്വമസി, അതായത് അത് നീയാകുന്നു. അതായത് ദൈവസങ്കല്പം, ദൈവം എന്ന് പറയുന്നത് നിന്നിൽ തന്നെയാണ്. അത് സനാതനമാണ്, അതൊരിക്കലും മാറുന്നില്ല.
അങ്ങനെയുള്ള ആപ്തവാക്യങ്ങളാണ് സനാതനമാകുന്നതും, ഒരു മതമല്ല. മതം പ്രതിനിധാനം ചെയ്യുന്ന ആപ്തവാക്യങ്ങൾ. ഇപ്പം ഹൈന്ദവ തത്വസംഹിത അനുസരിച്ച് രൂപം കൊണ്ട് കുറേ വാക്കുകളുണ്ട്. വേദ ഉപനിഷത്തുകളിൽ പറയപ്പെടുന്ന കുറേ വാക്കുകൾ. ആ വാക്കുകളൊക്കെ ആപ്തവാക്യങ്ങളാണ്. അത് സനാതനമാണ്. അതൊരിക്കലും നശിക്കില്ല. ഏത് ചിന്താഗതി വന്നാലും, ഏത് മതം വന്നാലും, ഏത് രാഷ്ട്രീയം വന്നാലും, പുതിയ സാഹചര്യങ്ങൾ എന്ത് തന്നെ വന്നാലും സ്ഥിരമായി നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്നതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. അതൊരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ നാശമില്ലാത്തതെന്തോ അതാണ് സനാതനം. അത് ആപ്തവാക്യങ്ങളാണ്, ഹൈന്ദവ ആപ്തവാക്യങ്ങളാണ്. അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തവർ ഞാൻ അതുകൊണ്ട് കടക്കുന്നില്ല. അങ്ങനെയുള്ള ആ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രതിഷ്ഠിതമായ കുറേ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾക്കാണ് നാശമില്ലാത്തത്. അതാണ് സനാതനം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എൻ്റെ സ്വകാര്യമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിനടുത്ത് തിട്ടമംഗലം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. വട്ടിയൂർക്കാവിൻ്റെ പ്രാധാന്യം ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. സ്വാതന്ത്ര്യ സമരം തിരുവിതാംകൂറിലൊക്കെ വരുന്ന സമയത്ത് വട്ടിയൂർക്കാവ് പ്രക്ഷോഭം, വട്ടിയൂർക്കാവിൽ വളരെയധികം സ്വാതന്ത്ര്യദാഹികളായ ആളുകൾ നിവസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അതിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. ഇന്ന് അത് ഗ്രാമമൊന്നുമല്ല, തിരുവനന്തപുരം സിറ്റിയുടെ അവിഭാജ്യമായ ഭാഗം തന്നെയാണ്. അവിടെയാണ് ജനിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നാട് തിരുവനന്തപുരം തന്നെയാണ്. അച്ഛൻ്റെ പേര് വാസുദേവൻ നായർ, അമ്മ സുകുമാരിയമ്മ. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നത് തിരുമല സ്കൂളിലാണ്, UPS സ്കൂളിലാണ്. അതും കഴിഞ്ഞിട്ട് ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഈശോ സഭ വൈദിക നടത്തുന്ന ആ വിദ്യാലയം അന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖമായ ഒരു സ്കൂളായിരുന്നു സെൻറ്റ് ജോസഫ് ഹൈസ്കൂള്. തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിന് നേരെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോസഫ് ഹൈസ്കൂള്. അന്ന് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളും സെൻറ്റ് ജോസഫ് സ്കൂളും തമ്മിലാണ് മത്സരം. സ്വകാര്യ സ്കൂളുകളൊന്നും അന്ന് അത്രത്തോളം പ്രാമുഖ്യം നേടിയിട്ടില്ല. ആ സമയത്ത് സ്കൂളിൽ വളരെ സജീവമായി സോഷ്യൽ സർവീസ് സ്കീമിലും, അതോടൊപ്പം അന്ന് സ്കൂൾ പാർലമെൻറ്റാണ്. അന്ന് രാഷ്ട്രീയം ആ സ്കൂളിൽ ഇല്ല. ഇന്നും ഈശ്വസഭയുടെ സ്കൂളിൽ രാഷ്ട്രീയം അനുവദിക്കാറില്ല. പക്ഷേ അന്ന് ആ സ്കൂളിൽ ഞാൻ സ്കൂൾ സ്പീക്കറായിരുന്നു, സ്കൂൾ അസംബ്ലിയുടെ സ്പീക്കറായിരുന്നു. അവിടെ നിന്നാണ് പ്രസംഗത്തിൻ്റെയും അതുപോലെ ഉപന്യാസത്തിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. അന്ന് എന്നെ അതിനൊക്കെ പ്രേരിപ്പിച്ചതെന്ന് ഫാദർ കുഞ്ചറിയ. നിങ്ങൾ കേട്ടിരിക്കുക, അദ്ദേഹം ദാരുണമായൊരു സ്കൂട്ടർ അപകടത്തിലാണ് മരിച്ചത്. സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ കുറേ വൈദികർ എന്നെ ഇങ്ങനെ ഈ ഒരു സാഹിത്യ അഭിരുചി വളർത്തിയതിലും പബ്ലിക് സ്പീക്കിങ്ങിൽ ആകർഷകരാക്കിയതിലുമൊക്കെ കുറേ വൈദികരെ പേരുണ്ട്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ജോർജ് കുര്യൻ, അതുപോലെയുള്ള കുറേ ആളുകളുണ്ട്. ഫാദർ മുരിക്കൻ, അങ്ങനെ വിശ്വേശ്വരൻ നായർ സാറ്, അങ്ങനെ കുറേ സ്കൂളിൽ എടുത്തു പറയാവുന്ന കുറേ ഗുരുഭൂതന്മാരുണ്ട്. അതോടൊപ്പം സ്കൂളിലും കോളേജിലുമൊക്കെ എന്നോടൊപ്പം പഠിച്ച ശ്രീ MG രാധാകൃഷ്ണൻ, എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. പി ഗോവിന്ദപിള്ള സാറിൻ്റെ മകനാണ്. അപ്പം രാധാകൃഷ്ണൻ ഞാനും സ്കൂളിലും കോളേജിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഏകദേശം 6 വർഷം ഞങ്ങൾ സഹപാഠികളായിരുന്നു. രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് പുസ്തകങ്ങളോടുള്ള പ്രേമം എനിക്ക് വർദ്ധിച്ചത്. ഗോവിന്ദപിള്ള സാറിൻ്റെ വീട്ടിലുള്ളിടത്തോളം പുസ്തകം എനിക്ക് കേരളത്തിൽ ഞാൻ വേറെ ആരും വീട്ടിലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഭാഷ് തങ്ങളുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 4 മുറി മുഴുവൻ പുസ്തകങ്ങളാണ്. ഇത് എത്ര ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാം വായിക്കാറില്ല, ചിലതൊക്കെ റെഫറൻസാണ്. അങ്ങനെ വളരെ 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 സമ്പന്നമായ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു ഗോവിന്ദപിള്ള സാറിൻ്റെ വീട്. അത് രാധാകൃഷ്ണനുള്ള ബന്ധമാണ് എനിക്ക് അതിന് കാരണഭൂതമായത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കൂൾ പഠനകാലത്ത് സുഹൃത്തുക്കളിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് രാധാകൃഷ്ണനെയാണ്. അത് കഴിഞ്ഞ കോളേജ് പഠനകാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നതാണ് C. ഉണ്ണിരാജയുടെ മകൻ ബാബുരാജ്. അദ്ദേഹവും ഇപ്പോൾ ചലച്ചിത്ര രംഗത്ത്, ഷോർട്ട് ഫിലിം രംഗത്തൊക്കെ വളരെ ആർജവത്തോടുകൂടി ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹവും എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. അതിനെല്ലാം അതീതമായിട്ട് ശ്രീ പ്രിയദർശൻ,
സുപ്രസിദ്ധമായ സംവിധായകൻ, സിനിമാ സംവിധായകൻ പ്രിയദർശൻ ഞങ്ങളുടെ കോളേജ് മേറ്റായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷും ഞാൻ എക്കണോമിക്സുമായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോഴും അടുത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിരുന്നു. ആ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഇന്നത്തെ കോഫി ഹൗസ് അല്ല. തിരുവനന്തപുരത്തുള്ള ഒരുവിധം എല്ലാ പ്രമുഖരും ഈ വൈകുന്നേരങ്ങളിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ആ കോഫി ഹൗസിലുള്ള നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളായിരുന്നു എന്നെക്കേട്ടും ഒരു 2-3 വയസ്സിന് താഴെയുള്ള ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു. അങ്ങനെ ഒരു വലിയ സുഹൃത്ത് സംഘം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അവരുമായിട്ടൊക്കെ സംവദിക്കാനും അവരുമൊക്കെ കാണുവാൻ, ആ കാലത്ത് സംസാരിക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനമായിരുന്നു. പ്രീ ഡിഗ്രി പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അതും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെത്തുമ്പോഴാണ് ഈ സൗഹൃദം ഇത്ര വിപുലമാകുന്നത്. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു സൗഹൃദ സദസ്സ്, അവിടുന്ന് കിട്ടിയ പ്രചോദനം, അതെല്ലാം നിൽക്കുമ്പോഴാണ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബന്ധങ്ങളൊക്കെ അങ്ങനെ കാര്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും അപൂർവമായി നാട്ടിൽ പോകുമ്പോൾ അവരൊക്കെ കാണാറുണ്ട്, അവരോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ സംവിധായകൻ രാജീവ്നാഥിൻ്റെ സഹോദരൻ അശോകൻ, അവരൊക്കെ നമ്മുടെ അന്നത്തെ കാലത്തെ ഈ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒരു സമൂഹം അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷെ അതുപോലുള്ള ഒരു സൗഹൃദ വേദികളൊക്കെ ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് നഷ്ടമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ നഗരവൽക്കരണത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള സാമൂഹ്യ രംഗത്തുള്ള ഇടപെടലുകൾ കൊണ്ട് ആളുകൾ വ്യക്തിബന്ധങ്ങളും വ്യക്തിപരമായ വേദികളും ഒക്കെ ഒഴിവാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരു വേദി ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ട് പുറകെ പ്രവർത്തിക്കുന്ന നാഷണൽ ക്ലബ്ബ്, ഞാൻ നാഷണൽ ക്ലബിൻ്റെ ഒരു ഭരണസമിതി അംഗമായിരുന്നു. അവിടെയും അത് പണ്ട് കാലത്തുള്ള ഒരു സങ്കല്പം, ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരല്പം ലഹരിയൊക്കെ നിവർന്നിരിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രമാറ്റി വളർത്തിയെടുക്കാൻ കുറേ കാലം അതിനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ പുരോഭാഗത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ക്ലബ്ബ്, അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കേരള ജിംഖാന കഴിഞ്ഞാൽ അടുത്തൊരു നല്ല ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റർ തുറക്കുന്നത് തന്നെ അവിടെയാണ്. ഒരു നല്ല ജിംനാസ്റ്റിക്, അതുപോലെ തന്നെ ഒരു നല്ല വ്യായാമ പരിശീലന കേന്ദ്രം, അതോടൊപ്പം ഒരു നല്ല ഓഡിറ്റോറിയം, നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അങ്ങനെയൊക്കെ തിരുവനന്തപുരം സിറ്റിയുടെ ഹാർട്ടായ സ്ഥലത്ത് തന്നെ സംഘടിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരുപാട് നല്ല ആൾക്കാരുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തും അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തും അന്ന് വ്യക്തിമന്ത്രി ഒത്തിരി ആൾക്കാർ, അഡ്വക്കേറ്റ് പെരപ്പംകോട് ശ്രീധരൻ നായർ സാറ്, അതുപോലെ തന്നെ ലംബോദരൻ നായർ IPS, അങ്ങനെ ഒരു വലിയ നിര, പോലീസ് രംഗത്തും സാഹിത്യരംഗത്തും ഈ രമേശൻ നായർ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഒരു സംഗമ വേദിയായിരുന്നു ഇത്. ഇപ്പം സായികുമാർ ഞങ്ങളുടെ ക്ലബിൻ്റെ അന്നത്തെ മെമ്പറാണ്, ജഗദീഷ് അവിടെ മെമ്പറാണ്. അങ്ങനെയുള്ള സിനിമാ രംഗത്തും അത് സാമൂഹ്യ രംഗത്തും ഒക്കെ ഉള്ള കുറേ ആളുകളുണ്ട്. എങ്ങനെ നോക്കിയിരുന്നാലും ഒരു നല്ല ഒരു സൗഹൃദ വേദി ഇപ്പോഴും അവിടെ ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. അവരുമായിട്ടൊക്കെ സംവദിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. അതും ഒരു നല്ല അനുഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഒരു സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ സാഹിത്യ രംഗത്തുള്ള താല്പര്യം ആണ് എപ്പോഴും എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത്. കാരണം സ്വപ്നം കാണാനും ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണാനും കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സാഹിത്യം തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തെ മുമ്പോട്ട് നയിക്കുന്നത് തന്നെ, പ്രത്യാശ പകരുന്നത് തന്നെ എഴുത്തുകാരാണ്. അപ്പോൾ എല്ലാ കാലത്തും ഞാൻ ഒരിക്കലും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മേഖലയാണ് സാഹിത്യം. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അമേരിക്കയിലുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടും, പക്ഷേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നമ്മളെ ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ പരിസരം അഡ്രസ്സ് ചെയ്യുന്ന പുസ്തകങ്ങളായിരിക്കും. അതായത് പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കുറേയൊക്കെ സുപരിചിതമായ ഒരു ചുറ്റുപാടുകളായാൽ അത് വളരെ നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് എപ്പോഴും മലയാള സാഹിത്യത്തിലോട് നമ്മൾ അടുപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു മലയാള മണ്ണിൻ്റെ ഗന്ധം, സാഹിത്യം മാത്രമല്ല വരുന്നത്. അത് MD ആയിരുന്നാലും M മുകുന്ദനായിരുന്നാലും സേതു ആയിരുന്നാലും അങ്ങനെയുള്ള എല്ലാ എഴുത്തുകാരെയും വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ സുഭാഷ് ചന്ദ്രനുണ്ട്, സന്തോഷ് കുമാറുണ്ട്, സന്തോഷ് എച്ചിക്കാനുമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വളരെ പോപ്പുലറായ റാം കെയർ ഓഫ് ആനന്ദി എഴുതിയ ധർമ്മടം, അദ്ദേഹത്തിൻ്റെ പുസ്തകവും ഞാൻ വായിക്കാറുണ്ട്.
അതിനെയൊക്കെ സംബന്ധിച്ച് ആ വായന പങ്കുവയ്ക്കാനുള്ള വേദി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടിൽ നിന്നുള്ള ഒരു വ്യത്യാസം. നാട്ടിൽ നമുക്ക് പലപ്പോഴും അങ്ങനത്തെ വേദികളിൽ BJT ഹാളിലൊക്കെ പണ്ട്, ഇപ്പോൾ അതിൻ്റെ ഹാളിൻ്റെ പേര് മാറ്റിയെങ്കിലും YMCA ഹാൾ, അവിടെയൊക്കെ സാഹിത്യ ചർച്ച നടക്കുമെങ്കിലും വളരെ പരിമിതമായ സദസ്സാണ്. പക്ഷെ അതിനേക്കാളേറെ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നത് കുറെക്കൂടെ സജീവമായിട്ട് സാഹിത്യ രംഗത്തെ അറിയാൻ താല്പര്യമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ട്. ആ തലമുറയുമായിട്ട് നമുക്ക് വായന അനുഭവം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ എനിക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ചയിൽ മറ്റാളുകളെ പുസ്തകം വായിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കാൻ കഴിയും. അറിയാത്ത കാര്യമാണെങ്കിൽ അവരത് പഠിക്കും കൂടുതലായിട്ട്. അപ്പം റാം കെയർ ഓഫ് ആനന്ദി വളരെ വിവാദമായ ഒന്നാണ്. ആ പുസ്തകത്തിന് നാഷണൽ അവാർഡ് കൊടുത്തപ്പോൾ അവാർഡിൻ്റെ സങ്കല്പത്തെ തന്നെ ആളുകൾ പലരും ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വായിച്ചു. പക്ഷേ ഇത്രത്തോളം റീഡബിലിറ്റി ഉള്ളൊരു പുസ്തകം, ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇപ്പോൾ ജനകീയ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തരുടെയും സങ്കല്പമനുസരിച്ചാണ് ഓരോന്നിനെയും വിലയിരുത്തുന്നത്. അത് ആത്മനിഷ്ഠമാണ് തീർച്ചയായും, അത് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന നമ്മളൊക്കെ കോളേജ് കാലത്ത് നമ്മൾ പിന്നെ ചങ്ങമ്പുഴയെക്കുറിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്ന ആളുകൾ നടത്തിയിരുന്ന വിലയിരുത്തലുകൾ എന്ത് വികലമായ വിലയിരുത്തലായിരുന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ചങ്ങമ്പുഴയെ പോലെ ഇത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരൻ, താൻ പിന്നെ എഴുതിയ പുസ്തകം പഠിപ്പിക്കുന്നതിന് വേദിയാകാൻ കഴിഞ്ഞ ഒരാൾ, അങ്ങനെയുള്ള ഒരാളിനെ പോലും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്ത്, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഗ്രൂപ്പിസത്തിൻ്റെ പുറത്ത് സാഹിത്യത്തെ മലീമസമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ദീർഘമായി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ പ്രവണതയ്ക്ക് പക്ഷേ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പഴയതുപോലെ എഴുത്തുകാരെ അങ്ങനെ പൂർണ്ണമായി ചങ്ങലക്കിടാൻ കഴിയുന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ KR മീരയോട് എനിക്കുണ്ടാകുന്ന ഒരു അടുപ്പം, പക്ഷെ അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, അവരെ കൊണ്ടെത്തിക്കുന്ന ചില സങ്കേതങ്ങൾ നമ്മളിൽ നിരാശ ഉണർത്താറുണ്ട്. അപ്പോൾ അതിനോടാണ് നമുക്ക് വ്യത്യാസം. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ചങ്ങമ്പുഴ മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വളരെ തുറന്ന ഒരു മനസ്സ്, ഒരു ആസ്വാദന ശേഷി, നമ്മളോട് മാത്രം സ്വകാര്യമായി ഒരു എഴുത്തുകാരൻ സംസാരിക്കുന്നു എന്നൊരു ഫീല്, എന്നൊരു വികാരം ഒരു കൃതിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ആ കൃതിയോട്ട് അടുപ്പിക്കാറുള്ളൂ. എപ്പോഴും ചില പുസ്തകങ്ങൾ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും നമ്മൾ മാറ്റിവെക്കാറില്ല. ഇപ്പോൾ രണ്ടാമൂഴം ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, രണ്ടാമൂഴത്തിൻ്റെ കഥയിൽ ഭീമന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം, പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികവാദികളുടെ ഭാഗത്ത് അത് നീതീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ വിവാദങ്ങൾ, അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മളതിൻ്റെ സാഹിത്യപരമായ മേന്മയിലേക്ക് മാത്രം പോകുമ്പോൾ, അതിലുള്ള സാഹിത്യ അംശങ്ങൾ ആസ്വദിക്കാൻ കഴിയുമ്പോൾ അതൊരു ബൃഹത്തായ പുസ്തകമാണ്. അതുപോലെ തന്നെയാണ് OV വിജയൻ്റെ പുസ്തകവും. ഇപ്പം ഖസാക്ക് വായിക്കുമ്പോൾ ഖസാക്ക് നൽകുന്ന ഒരു സന്ദേശം, അവിടെ കുഞ്ഞാമിനെ ഉണ്ടാകുന്നുള്ളൂ, അവിടെ രവി ഉണ്ടാകുന്നു, ഈശ്വരവിശ്വാസി ഉണ്ടാകുന്നു, അതോടൊപ്പം ഖബർസ്ഥാനങ്ങൾ ആരാധിക്കുന്നവരുണ്ടാകുന്നു. ഇതിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കേരളീയത നമ്മുടെ ഭാഷയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് OV വിജയന് മാത്രമേ ഉള്ളൂ. ആ OV വിജയനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CIA ഏജൻ്റ് എന്ന് ചാപ്പ കുത്താൻ നമ്മൾ ചില സാഹിത്യ കൂട്ടായ്മകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി വച്ചിട്ട് അത്തരം പിന്നെ പ്രവണതകളൊന്നും ഇല്ലാത്തൊരു വിലയിരുത്തലിൻ്റെ വേദിയാണ് അമേരിക്ക എന്നെനിക്ക് പറയുവാൻ കഴിയും. വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ അങ്ങനെ ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം, തെരഞ്ഞെടുപ്പുകളിൽ മാത്രം രാഷ്ട്രീയം വരികയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യം മുന്നിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സാംസ്കാരികമായി നമ്മൾ അമേരിക്കയിൽ ഒരുപാട് കുഴപ്പമുണ്ട്, മൂല്യങ്ങളില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. അമേരിക്കയിലും മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെ ഉൾക്കൊള്ളുകയും അതിനെ വളർത്തുകയും ചെയ്യണം. ഈ രാഷ്ട്രീയ അതിപ്രസരമാണ് നമ്മുടെ സംസ്ഥാനത്തിനെ ഇത്രയും പിന്നോട്ട് കൊണ്ടുപോയെന്ന് ബലമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിലൊക്കെ എന്ത് അജണ്ടയായിരുന്നാലും അത് നമ്മുടെ തലമുറയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇത്രയും യുവാക്കൾ നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോകുന്ന ഒരു പ്രവണത ഈ ലോകത്ത് വേറെ ഒരു രാജ്യത്തുമില്ല. ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കും. ഈ ഏറ്റവും കൂടുതൽ യുവാക്കളെ അല്ലെങ്കിൽ രാജ്യത്ത് വളരുന്ന സമ്പത്തിനെ അവിടെ തന്നെ നിർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ ഒരാളിന് പുറത്തു പോയി പിന്നെ ജീവൻ തുടരാൻ വളരെയധികം പ്രതിബന്ധങ്ങളുള്ള രാജ്യമാണ്.
കാരണം അവിടുത്തെ ഓരോ ബ്രെയിനിനെയും അവിടെ നിർത്തി അവർ ആ രാജ്യത്തിന് ഉപകരിക്കപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹ്യൂമൻ പവർ, മാൻ പവർ വളരെ കൂടുതലുണ്ട്. എങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ച വളർത്തി വലുതാക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോകുന്നത് നഷ്ടം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ ആൾ പുറത്തു പോകുന്നതിൽ കുഴപ്പമില്ല. അല്ലാത്ത ആളുകൾ പോകുന്ന പ്രവണതയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾ കലാലയം വിട്ടു പോകുന്നു? കലാലയങ്ങളെല്ലാം രാഷ്ട്രീയ കലുഷിതമായതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ ജനങ്ങളുടെ ഭൗതികമായ പുരോഗതി, അതിനനുയോജ്യമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഇനിയും വളർന്നു വരേണ്ടിയിരിക്കുന്നു. വെറും ഡോഗ്മാറ്റിസം, കാലഹരണപ്പെട്ട വരട്ട് തത്വശാസ്ത്രങ്ങളിൽ പിടിച്ചു നിൽക്കാതെ ഒരു മാറ്റം, അതാണ് അമേരിക്കയിൽ നമ്മളെമ്പാടും കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭരണത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ രാജ്യത്തിന് കഴിയും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകും. അവർ കാലാകാലങ്ങളിൽ അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ ദൈനംദിന വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ സ്വാധീനം വളരെ കുറവാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ എല്ലാ കാര്യത്തിലും അച്ഛനും മകനും വഴക്കുണ്ടായാൽ അതിൽ രാഷ്ട്രീയം കാണുന്ന കേരളം ഈ കാലത്ത് ഒരിക്കലും അനുയോജ്യമായ ഒരു രീതിയിലല്ല പോകുന്നത് എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരു നല്ല വിഭാഗം ചെറുപ്പക്കാരാണ് ആ രാജ്യം വിടുന്നത്, ആ സംസ്ഥാനം വിടുന്നത് എന്നാണ് ഇവിടെ വരുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അമേരിക്കയിലെത്തുന്ന യുവാക്കളെയൊക്കെ പലപ്പോഴും അവരുമായിട്ട് സംവദിക്കാനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനൊക്കെ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പം 7 വർഷം 8 വർഷം അവിടെ പഠിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇത്രയും ഉപയോഗിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നിങ്ങൾ ആ രാജ്യത്തെ സേവിക്കാതെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ അവസരങ്ങൾ തേടി എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെയുള്ള എന്തിനും ഏതിനുമുള്ള രാഷ്ട്രീയ കലുഷിതമായ കലാലയ അന്തരീക്ഷം. തൊഴിൽ രംഗത്തായാലും അങ്ങനെ തന്നെ, നിയമനങ്ങളിലേക്കായിരുന്നാലും അല്ലെങ്കിൽ കോമ്പിറ്റൻസിയെ അംഗീകരിക്കാത്തൊരു സമൂഹം, വെറും ശുപാർശകളും രാഷ്ട്രീയ അടിമത്വവും നിലനിർത്താൻ വേണ്ടി മാത്രം പോകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം, അതിൽ നിന്നൊരു മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ശശി തരൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ MP, എന്തായാലും ഞങ്ങളുടെ അഭിമാനമുള്ള ഒരു MP ആയിരുന്നു. ഒരു രാഷ്ട്രീയ ബോധം നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ് എപ്പോഴും ശശി തരൂർ കഴിഞ്ഞ 3 പ്രാവശ്യം മത്സരിച്ചപ്പോഴും കണ്ടത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിനാണ്. അദ്ദേഹം ഒരുപാട് സമന്വിതമായി ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്, രാഷ്ട്രീയം രണ്ടാമതാണ്. അത് വലിയ വിവാദമായി. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ രാഷ്ട്രീയ അടിമത്വം ബാധിച്ച് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. കക്ഷി രാഷ്ട്രീയം അത്രത്തോളം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ മലീമസമാക്കിയിരിക്കുന്നു. അതാണ് എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഏകദേശം 2 പതിറ്റാണ്ട് അമേരിക്കയിൽ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കിക്കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ആ ഒരു സമാന അഭിപ്രായം തന്നെയാണ് ഇവിടെയുള്ള മലയാളി സമൂഹത്തിന് മിക്കവാറും എല്ലാവർക്കും ഉള്ളത്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മഞ്ഞണി പൂനിലാവിൽ പേരാറ്റിൻ കടവിൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവിൽ പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവിൽ. ഞാൻ ജയ. ഞാൻ നാട്ടിൽ തിരുവനന്തപുരത്താണ് എൻ്റെ ജന്മം. പാപ്പനംകോട് എന്ന് പറയും. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത് നേമം വിക്ടറി ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. അവിടുന്ന് ഞാൻ ഹൈസ്കൂൾ സനാന മിഷൻ ഹൈസ്കൂളിലാണ് പഠിച്ചത്. ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ആ ഒരു ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ 10th കാലം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് എൻ്റെ നാടായ പാപ്പനംകോടിനടുത്തുള്ള കരമന NSS കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നഴ്സിംഗ് എൻ്റെ പ്രൊഫഷൻ, അമ്മ
ടീച്ചറായ കാര്യം അമ്മയുടെ സഹോദരിമാരായ ഒരു വല്യമ്മയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ അമ്മയുടെക്ക് അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ കൂടെ നിൽക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ നഴ്സസിനെ കണ്ടു. അവരുടെ ആ ഒരു പ്രത്യേക പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിഗണനയും ഒരു ആത്മാർത്ഥതയും കണ്ടിട്ട് എനിക്ക് ഐ വാണ്ട് ടു ബി എ nurse. So I did ഞാൻ നഴ്സിംഗ് കഴിഞ്ഞത് ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ ജനറൽ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ 20 years ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ടെസ്റ്റുകളെല്ലാം പാസ്സായി, IELTS, CGNS എല്ലാം പാസ്സായിട്ട് ഇവിടെ ഞാൻ 2006 ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റം ഇൻ മിഷിഗൺ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടെയും അവിടുത്തെ നഴ്സിംഗ് ഇവിടുത്തെ നഴ്സിംഗ് തമ്മിൽ ഞാൻ കണ്ട ഡിഫറൻസ് എന്ന് പറയാൻ, ഞാൻ അവിടെ നഴ്സിംഗ് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു നഴ്സിംഗ് പാസ്സായ പിന്നെ നമ്മൾ ബുക്ക് അടച്ചു വെച്ചു, പിന്നെ നമ്മൾ നഴ്സിംഗിൻ്റെ വേറെ ഒന്നും പഠിക്കത്തില്ല. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് ബൈ പ്രൊഫഷൻ നമുക്ക് കിട്ടത്തില്ല. ഇവിടെ വന്ന് എവറി ഇയർ ആൻഡ് എവറി ക്വാർട്ടർലി നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കും. ന്യൂവസ്റ്റ് മെഡിക്കേഷൻസ്, ഏതൊക്കെ പ്രൊസീജിയറുണ്ട്, പിന്നെ അപ്ഡേറ്റ് ആയിട്ട് എവറി ഇയർ വി ഹാവ് ടു ഡു സം എഡ്യൂക്കേഷൻ ടു കംപ്ലീറ്റ് അവർ ലൈസൻസ്, ആൻഡ് എവറി 2 yearly വി ഹാവ് ടു അപ്ഡേറ്റ് അവർ നഴ്സിംഗ് CUs. സോ ദാറ്റ്സ് ലൈക്ക് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ പ്രൊഫഷനിൽ. എന്തെങ്കിലും ന്യൂ തിങ്സ് കംസ് വി ഹാവ് ടു do that. So yearly and every monthly we have like nursing different courses നമുക്ക് എടുക്കാം, അപ്ഡേറ്റ് ആക്കാം, ആൻഡ് വി ക്യാൻ നമുക്ക് പഠിക്കാം, വീണ്ടും പഠിക്കാം. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് പാസ്സായത് ആഫ്റ്റർ കമ്മിങ് ഹിയർ ഇൻ 2006, and I'm still learning every monthly, and we have every 2 yearly we have to do our update our CEs, and we have to do redo our license. That's like very important here. So that's the difference. പിന്നെ അവിടെ എൻ്റെ കുട്ടികൾ ഇവിടെ വന്നിട്ട് എല്ലാവരും നല്ല പ്രൊഫഷണലി വെൽ ക്വാളിഫൈഡ് ആയി, they are all working, and I have one grandchild and അനദർ ഒരു കുഞ്ഞു മോൻ ഒരു കുട്ടി കൂടെ വരാൻ പോകുന്നു, എൻ്റെ മോൻ്റെ കുട്ടി. ഷീസ് ക്യാരിയിങ് നൗ. സോ ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഹിയർ ഇൻ അമേരിക്ക. feel the difference is like in India we only have like we studied in we finished our nursing school in 2010 or 6 or whatever year, and we still we on that till end of our retirement. Here there is lot of difference. We have to educate ourselves, we have to do whatever things to finish our update our nursing career, and they will be looking for any changes, or if we didn't finish our update our career program, they will ask you to redo it, and we have to pass that test every 2 monthly or like update that. That's only. And my husband is Surendra Nair. He is retired right now, and I'm doing well. I hope all the nurses who is looking forward to come here to be always prepared to learn more and update each minute. We are doing with different like new innovation, and we have to be update with our license and like update your knowledge. Or willing to study can come, and this is a country we can prosper and we can reach our goals here. I'm so proud to be a nurse. Thank you. മാമ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, മാമ ഡിട്രോയിറ്റിലാണ് വന്നത്, ഹ്യൂസ്റ്റണിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എത്ര ഹോസ്പിറ്റൽ ജോലി ചെയ്തു? ഈ ഹോസ്പിറ്റലുകൾ തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺ? Now I am എൻ്റെ ഞാൻ വന്നത് മിഷിഗണിൽ, അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റത്തിലായിരുന്നു. അവിടെ ഞാനൊരു പ്രൊസീജിയർ ഏരിയയിൽ മോർ ദാൻ 8 years വർക്ക് ചെയ്തു. അതിനു മുമ്പ് ഒരു ഇൻപേഷ്യൻ്റ് നെഫ്രോളജി യൂണിറ്റിൽ വർക്ക് ചെയ്തായിരുന്നു. അവിടെ ഡയാലിസിസ് പേഷ്യൻസ് അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കാണാനിടയായി.
അത് കഴിഞ്ഞിട്ട് ഞാൻ 2 years before I came to Houston. This is one of the biggest hospital in the world. I was working in MD Anderson Hospital, which is the number 1 in whole world. So ഇവിടെ കണ്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും we are learning every day, every moment. We are dealing with more cancer patients, which are like and the newest studies. We go with the new medications. I'm working in CT and MRI. We are dealing with patients who are coming for us. Even the 10 minutes we see the patient, we have to be very polite and we deal. Some of the patients are like after cancer, like 2 or 3 types of cancer they gone through, and they are coming with all these conditions, and they are very irritated, always like very irritant towards the nurses, but we are dealing with patient way so that they will be very satisfied. Even that 20 minutes we are dealing, we should be in very professional way. Whatever they are showing or acting, we don't care, and we give and every patient they are giving us an evaluation. So that 20 minutes or 10 minutes we are dealing with patient has to be very professional. Anything abnormal or anything with the patient complaint can make a big difference in the hospital. So we are like very it is not like this when I start my career. So it's like big difference. We are like I'm so happy to work there, and I'm so proud being a nurse in MD Anderson. താങ്ക് യു സോ മച്ച്. അഭിമുഖം നിർത്തുന്നതിന് മുമ്പ് അമ്മാമ്മയുടെ സിബ്ലിങ്സിനെ പറ്റി ഈ സാറിനെ എങ്ങനെ കണ്ടുമുട്ടിയെന്ന് കൂടെ പറഞ്ഞു ഒന്ന്. ഞാനൊരു സാധാരണ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ ഗവൺമെൻറ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. എൻ്റെ കൂടെ 3 അനിയത്തിമാരുണ്ട്, ഞാൻ ഉൾപ്പെടെ 4 പേര്. ഞങ്ങളെല്ലാവരും പഠിക്കാൻ നല്ല മിടുക്കികളായിരുന്നു. എനിക്ക് പ്രൊഫഷൻ, അമ്മ ടീച്ചറായതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം, ജോലിക്ക് പോകണം, അങ്ങനെ ഒരു മസ്റ്റായിരുന്നു വീട്ടിൽ. എനിക്ക് എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ തന്നെ 18 വയസ്സാവുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തു, കിട്ടി. അങ്ങനെ ഞാൻ നഴ്സിംഗ് ഫീൽഡിലോട്ട് മാറി. എൻ്റെ അനിയത്തി ഡോക്ടറാണ്. ഷീസ് വർക്കിംഗ് ഇൻ BJ മെഡിക്കൽ കോളേജ്, അവിടെ വർക്ക് ചെയ്യുന്നു, അസോസിയേറ്റ് പ്രൊഫസറാണ്. രണ്ടാമത്തെ അനിയത്തി ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. മൂന്നാമത്തെ ആൾ ട്വിൻസാണ്. അപ്പോൾ അതിൽ കൊച്ചനിയത്തി ഇപ്പോൾ ഒരു CN നഴ്സിംഗിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഇൻ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തു. അവളുടെ മോള് ഡോക്ടറാണ്. അനിയത്തിമാരുടെ എല്ലാവരുടെ മക്കളും ഡോക്ടറും ഒരാൾ എൻജിനീയറും. അപ്പം ദേ ആർ ഓൾ വെൽ എഡ്യൂക്കേറ്റഡ്. ഐ എം സോ പ്രൗഡ് ബീയിങ് ടു ബി എൻ്റെ കുട്ടികളും നല്ലതാണ്. ദേ ആർ ഓൾ well educated. Education is very important, especially പെൺകുട്ടികൾക്ക്. They have to educate themselves, and they can live even if the husband is not working or like any problem with, they can earn and they can live their family and they can be the breadwinners of their family. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയതല്ല. This is a well arranged marriage. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മയും എൻ്റെ അമ്മാവനും കൂടെ കണ്ട് ഞങ്ങളുടെ ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടുമുട്ടി ഞങ്ങൾ അങ്ങനെ റെഗുലർ കല്യാണം കഴിഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പം ഞങ്ങളും 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. 2 ബിഹേവിയേഴ്സ് എല്ലാം വ്യത്യാസമാണ്. അങ്ങനെ ഇപ്പം 40 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾക്കൊരു കുടുംബത്തിൽ മോനും മകളും ജനിച്ചു. അവർക്ക് 2 പേരും കല്യാണം കഴിഞ്ഞു, വെൽ സെറ്റിൽഡ് ഇൻ അമേരിക്ക. താങ്ക് യു. അമ്മമ്മയുടെ സിസ്റ്ററിൻ്റെ ഫാദർ സർവേ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു പറഞ്ഞു. അച്ഛൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു പറഞ്ഞു. എന്ത് പൊസിഷനിലായിരുന്നു?
വേറെ ഏതൊക്കെ സ്ഥലത്തൊക്കെ പോയി സർവേ ചെയ്യാറുണ്ടായിരുന്നു? അതിനെപ്പറ്റി ഒന്ന് അറിയാമോ? അച്ഛൻ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് ഓഫീസിൽ ഇരുന്നുള്ള ജോലിയായിരുന്നു. പക്ഷെ അച്ഛന് ഇപ്പം ആരെങ്കിലും വന്ന് വിളിക്കുകയാണെങ്കിൽ അച്ഛൻ അങ്ങനെ പോകാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 ഏക്കർ ഉണ്ടായിരുന്നു. അച്ഛനാണ് എല്ലാം, ഞങ്ങളുടെ വസ്തുവിൽ ഒരു ലിങ്ക്സ് പോലും കുറവില്ല, എല്ലാം കറക്റ്റ്. വീട്ടിൽ സർവേ ചെയിനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നിട്ടുണ്ട്. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞിലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, എന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ കാലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ കാലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. മാമിക്ക് അറിയാം, പാട്ടറിയാം. മക്കളാരാ പാടുന്നേ? അത് ശരി. അവർക്ക് വേറെ എന്താ അറിയാവുന്നേ? മൃദംഗം വായിക്കല്ലേ? മഞ്ഞിലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞിലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി.